ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ എർത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു എർത്ത് ഇല്ല, അപ്പോൾ നമ്മൾ അവിടെ അത് കൊടുക്കും. പിന്നെ ഡയറക്ഷനിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു 10-14 റൂളുണ്ട് അതിന്. ആ റൂള് ഇപ്പോൾ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞ് ഗുണമില്ല. കാരണം ദ എന്ന് പറഞ്ഞ സംഭവം ചേർത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള തലത്തിലുള്ള സാധനമാണത്. ആർട്ടിക്കിളിനകത്ത് ഇത്രയും നോക്കിയാൽ മതി. എയും ആനും ദായും ഒരു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് മാത്രം. എ ആൻഡ് ദ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു. ഇപ്പോൾ ഒരു ഗ്ലാസ്, ഒരു പയ്യൻ, ഒരു പെൺകുട്ടി എന്ന് പറയുന്ന അർത്ഥമാണ് എ ആൻഡ് ദ. ഓക്കെ, അപ്പോൾ ഇതിൽ എയും ആനും പറയുമ്പം അതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. അത് ഒരു പ്രത്യേക, ഫോർ എക്സാമ്പിൾ ഐ സോ എ ഗേൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടിയെ കണ്ടു. അത് ഏത് കുട്ടിയാണെന്ന് സ്പെസിഫിക്കേഷൻ അല്ല. ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരും. ഏത് കുട്ടിയാണ് സ്പെസിഫിക് അല്ല. ഒരു കുട്ടിയെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ ഐ സോ ദ ഗേൾ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ ആ കുട്ടിയെ ഞാൻ കണ്ടു എന്ന് നമ്മൾ ഊന്നി പറയുകയാണ്. ഇത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. മറ്റത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇതാണ് സംഭവം. ഇനി ഇത് കൂടാതെ ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു 10-14 സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് അത്. പക്ഷേ അത്രയും ഇമ്പോർട്ടൻറ്റ് സാധനമല്ല അത്. ഉദാഹരണം, കാലാവസ്ഥ പറയുമ്പോൾ, കാലാവസ്ഥയല്ല, ഈ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ള ഓർഡിനൽ സ്റ്റാറ്റസ് പറയുമ്പോൾ ഉപയോഗിക്കും. യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് പറയുമ്പോൾ ഉപയോഗിക്കും. ഡയറക്ഷൻസ് പറയുമ്പോൾ ഹി വെൻറ്റ് ടു ദ ഈസ്റ്റ് എന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അതാണ് ആ ഒരു സംഭവം.